ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഗോതമ്പപ്പം ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് തേങ്ങ ചുരകിയതെടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ഉപ്പൊക്കെ ചേർത്തല്ലേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാമേ. ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചരച്ച പശുവിൻ പാലാണ്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുമേ. ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാമേ. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവൂ, ഒന്നിച്ചൊഴിച്ചു കൊടുക്കല്ല്. ചിലപ്പോൾ അത് ലൂസായി പോകാനിടയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വിസ്കോച്ച് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. വിസ്കോച്ച് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലെ കട്ടകളൊക്കെ മാറി കിട്ടും. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിലുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാമേ. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ എടുത്ത് വയ്ക്കുന്ന ശർക്കര ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാണ്, കാരണം ഇതിൽ ശർക്കര ചെറിയ കട്ടയായിട്ട് കിടപ്പുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം ഈ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ. ഇനി ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാമേ. ഇത് ഞാൻ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മടക്കി വെച്ച് കൊടുക്കാമേ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇത് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് സൈഡ് പൊട്ടിപ്പാനിടയുണ്ട്. പൊട്ടി ഇത് വെളി വരാനിടയുണ്ട്. ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാമേ. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.